പ്രേക്ഷകർക്കും നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തേക്ക് കടന്നു വരുവാനും നല്ല നല്ല പെർഫോമൻസുകൾ ചെയ്യുവാനും പ്രായഭേദമന്യേ ആഗ്രഹിക്കുന്ന എല്ലാ പ്രതിഭാധനരായ കലാകാരന്മാർക്കും വിസ്മയ വേദി ഒരുക്കുകയാണ് വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0, ദി എക്സ്ക്ലൂസീവ്, ദി അൾട്ടിമേറ്റ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, വെൽക്കം. വൺസ് അപ്പോൺ എ ടൈമിന്റെ നിറസാന്നിധ്യമായ നമുക്ക് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം രമേശ് ഏട്ടാ. സ്റ്റാൻഡപ്പ് പെർഫോമൻസിന്റെ രാജകലയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ശ്രീ ജയരാജ് വാര്യർ. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ആദ്യത്തെ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. വി ഹാവ് ദി സ്റ്റാൻഡപ്പ് പെർഫോമർ അനൂപ് രാഘവൻ. ലെറ്റ്സ് വെൽക്കം അനൂപ് രാഘവൻ. രാഘവൻ, how are you? Fine. Fine. അടിപൊളിയാണ്. അടിപൊളി. ഓക്കേ. അനൂപ് രാഘവൻ. നമസ്കാരം വിശേഷേട്ടാ. ഹലോ അനൂപ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കാരണം ഒരുപാട് ചേട്ടൻ്റെ പ്രോഗ്രാം കണ്ട് ചിരിച്ചിട്ടുള്ളതാണ്. അപ്പൊ എൻ്റെ ഒരു കൗണ്ടർ ചേട്ടൻ ചിരിച്ചാൽ എനിക്ക് വലിയൊരു അംഗീകാരമായിരിക്കും. തീർച്ചയായിട്ടും. അതായത് നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണല്ലോ നമ്മൾ വരുന്നത്. അതെ അതെ. അല്ല, നമ്മൾ ഒരുപാട് ചിരിച്ച ഒരാളുടെ മുമ്പിൽ പെർഫോം ചെയ്യുമ്പോൾ അത്രയും നല്ലൊരു സാധനം ആയിരിക്കണമല്ലോ. അത് മാത്രല്ല, അല്ല ഇപ്പൊ അതൊരു എനർജി ആവണം. അതെ അതെ. എന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ ചെയ്യാം. നമ്മൾ പൊളിക്കും, പൊളിച്ചെടുക്കണം. നാട് എവിടെയാ? കാക്കനാട്. ആ, ഇവിടെ തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് അനൂപ് രാഘവൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കുമ്പളം എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലെ വരുന്നു. ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ആക്ടർ ആകാന്നുള്ളതാണ്. ഒരു ആക്ടർക്ക് വേണ്ടത് ഒബ്സർവേഷൻ. മോഹൻ, നിങ്ങളൊരു നടനാകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആയിരിക്കും. മോഹൻ നമ്മുടെ മമ്മൂക്കയെ നല്ല നടനാ, പുള്ളി ബോണ ആക്ടറാ, പുള്ളിയുടെ എല്ല് വരെ അഭിനയിക്കും. എൻ്റെ കാര്യം ഭയങ്കര ശോകമാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഒബ്സർവേഷൻ തീരെയില്ല, പൊക്കം അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ ഓരോരുത്തരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ചെറുപ്പക്കാരെ, പ്രായമായുള്ള ആൾക്കാരെ, അതേപോലെ തന്നെ വയസ്സന്മാരെ, സ്ത്രീകളെ ഒബ്സർവേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തെ ഓർത്ത് എനിക്ക് വിളികൾ വരാൻ തുടങ്ങി. രമേശേട്ടാ, സംവിധായകരോ അതോ ആരുമല്ല, ഇവരുടെ ഭർത്താക്കന്മാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഞാൻ അങ്ങോട്ട് തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഇവന്മാർ എന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നടന്മാരാകണ്ട. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നാട്ടും പുറത്തോട്ട് എൻ്റെ ഒബ്സർവേഷൻ ഒന്ന് കടത്തി വിട്ടു. അപ്പോൾ രമേശ് ചേട്ടനെ സംബന്ധിച്ചോളം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബം പുലർത്താൻ ഏതാണ്ട് നമുക്കത് മമ്മൂക്കയുടെയൊക്കെ ഒരു വാത്സല്യം സിനിമ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളിക്ക് 3 പെൺമക്കളാണ്. ഈ 3 പെൺമക്കളെയും ഞാൻ നൈസായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തു. ഇപ്പോൾ മൂത്ത മോൾ എൻ്റെ ഭാര്യയാണ്. അവൾ എൻ്റെ മക്കളെ ഒബ്സർവ് ചെയ്യുന്നു. എൻ്റെ മൊബൈൽ, എൻ്റെ വരവ് പോക്ക്, അവൾ ഒടുക്കത്തെ സംശയരോഗിയാണ്. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ടാണെന്ന് അവർക്കറിയില്ലട്ടോ പോന്നേക്കണത്. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ അടുത്ത പറയുന്നത്, നമ്മുടെ ഈ ഒബ്സർവേഷൻ ഭാഗമായിട്ട് ഞാൻ പണിക്കൊന്നും പോകാറില്ല. കാരണം എനിക്ക് ഒബ്സർവ് ചെയ്യണമല്ലോ, എനിക്ക് നടനാവണമല്ലോ. അങ്ങനെ ഞാൻ പുറത്ത് പോകും, ഒരു 10-20 പേര് ഒബ്സർവ് ചെയ്യും, തിരിച്ചു വരും. ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലൻചേട്ടൻ്റെ കടയിൽ ഞാൻ ചെന്നു. ബാലൻചേട്ടൻ്റെ കടയിൽ സത്യം പറഞ്ഞാൽ 4 ബംഗാളികളാണ്. നമ്മുടെ ബാലൻചേട്ടനും ഇവന്മാർ നമ്മുടെ മലയാളത്തെ തേച്ച് ഒട്ടിച്ച് അരച്ചു വെച്ചോണ്ട്. ഇവനോട് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ വരുമ്പോൾ തന്നെ ഇവന്മാർ സേട്ടാന്ന് വിളിക്കുള്ളൂ. ഇവന്മാർ ചാറ് പറയും, പാഞ്ച് പറയും, ചേ പറയും. പക്ഷേ ചേട്ടാന്ന് വിളിക്കുമ്പോൾ സേട്ടാന്ന് വിളിക്കുള്ളൂ. അതെനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞാനിവിടെ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞ്, ചേട്ടാ നല്ല സിംഗപ്പഴ വന്നിട്ടുണ്ട്, നല്ല മാവ്, ചിന്നറ്റ് ദോശമാവ്. ദോശമാവിന് ചിന്നത്ത ഞാൻ ആദ്യമായിട്ട് വെക്കും. അത് കഴിയുമ്പോഴത്തേക്കും നല്ല നാളിപ്പൂവൻ അറക്കലെടുക്കട്ടെ. അങ്ങനെ ഈ പുള്ളി ഓരോന്നും ഈ ബാലൻചേട്ടനോ, നമ്മുടെ ഓണറിനടുത്ത് ഇങ്ങനെ ബില്ലടിക്കാൻ നേരത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്ന് ബാലൻചേട്ടൻ, ഈ മലയാളത്തെ തേച്ചൊട്ടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ലേ? ഇവിടെ ഇത് ഇപ്പം ഇച്ചിരി പരിപ്പ് ഉരുളക്കിഴങ്ങ് കൊണ്ടെങ്കിൽ സംഗതിക്ക് ഉശാലാണ്, ഇവർക്ക് ഇത് മാത്രം മതി. പക്ഷേ ഒരു മലയാളിനെ ഇവിടെ നിർത്തിയാണ്ടല്ല, അപ്പം ബില്ലടിക്ക് ഞാൻ എടുത്തു കൊടുക്കേണ്ടി വരും. എന്ത് കാര്യമായിരിക്കണമെന്ന് വെച്ചാൽ അതാണ് അവസ്ഥ. അങ്ങനെ ഞാൻ എന്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഈ ക്യാരക്ടർ പിടിക്കാൻ പറ്റത്തില്ല. പ്രസന്നമ്പായുടെ ഒരു ദിവസം തുടങ്ങുക എന്ന് പറയുന്നത് കോക്ടെയിൽ അടിച്ചിട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കണ മറ്റേ നാരങ്ങിട്ടുള്ള സംഭവമല്ല. നമ്മുടെ ബാറുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ റമ്മ് ബ്രാൻഡിയൊക്കെ ഒഴിച്ച് തുളുമ്പി പോകുന്നത് ഒരു പാത്രത്തിലോട്ടാണ് വീണത്. അതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുള്ളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അതടിച്ച പ്രാന്തില്ലാത്തവനും ഭ്രാന്താവും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രാന്തം കുരിശിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളവിടെ പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ ഞാനും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പ്രസന്നം ബായി പ്രാർത്ഥിക്കുക, എൻ്റെ പൊന്ന് കുരിയച്ച, ഇത് കണ്ട, ഇതാണ് സാമ്പിള്. ഇതുപോലെ അവളുടെ 2 കണ്ണും പൊട്ടിപ്പിടിച്ചോണം. ഇതെന്താ പുള്ളി കൊട്ടേഷൻ നടത്തണം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല. പുള്ളി വീട്ടിൽ ചെന്ന് ചോറ് ചോദിച്ചു, കറി ചോദിച്ചു, ഇതൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളി എന്താ റിമോട്ട് എടുത്ത് ഒറ്റ എറിയാറ്. നേരെ കുക്കറാണ്, ചട്ടമാണ്, നമ്മുടെ ഒറ്റ അടി പെണ്ണുമ്പോഴോട് തേക്കാണ്. അങ്ങനെ പുള്ളി വന്ന് പരാതി പറയാൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ.
അങ്ങനെ ഞാൻ ഇത് അന്വേഷിച്ചു. പിന്നെ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി അടിച്ചാൽ അന്യൻ, അടിച്ചില്ലെങ്കിൽ അമ്പിയ. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ പുള്ളി ഉത്സവം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി മെയിനാ. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പരിപാടി കേട്ടാ. അപ്പൊ പുള്ളി വേണമെങ്കിൽ താലം എടുക്കണോ, ആണുങ്ങളോ പെണ്ണുങ്ങളോ അതൊന്നും വിഷയമില്ല. പുള്ളി താലം എടുക്കാം, വെടിക്കെട്ട് സഹായിക്കാം, അമ്പലത്തിൽ ശാന്തിയാവണോ ശാന്തിയാകാം, ഒരു വിഷയമില്ല. പക്ഷെ ആനയെ കാണാൻ പാടില്ല. ആനയെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ വിചാരം ഈ ആന പുള്ളിയുടെ ഭയങ്കര ഒരു കമ്പനിയാണ്, ആനപ്പാപ്പനിലും വലിയ വെയിറ്റാ. അങ്ങനെ പുള്ളി ഒരു ദിവസം ഇതേപോലെ ഭയങ്കര പുരുഷാരം കേട്ടോ. അങ്ങനെ ആന വന്നു. ചന്ദ്രശേഖരൻ ഇവന് പരിചയമുള്ള രീതിയിലാണ് ചന്ദ്രശേഖരന്റെ നോട്ടം. അങ്ങനെ നിന്നു. പ്രസന്നംബായി നേരെ വരുന്നു. ഇച്ചിരി പട്ടം ഇട്ട് കൊടുത്തു. പട്ടം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു പുച്ഛഭാവം ആനയ്ക്ക്. ചന്ദ്രശേഖരൻ നിന്നോടാണ് പറഞ്ഞത് തിന്നാൻ. പിന്നെയും പുച്ഛഭാവം. എടാ ചന്ദ്രശേഖരൻ നിന്നോട് പ്രസന്നനാണ് പറഞ്ഞത് തിന്നാൻ. തിന്നില്ല. നേരെ തോക്കെടുത്ത് ഒറ്റ വെട്ടിയാൻ. പൊട്ടാസ് തോക്കേ. ആൾക്കാർ ഇങ്ങനെ നോക്കിയൊക്കെയാണ്. പക്ഷേ ഇല്ലേ സംഗതി നേരെ എടുത്തോണ്ട് പോയത് ഈ ആൾക്കാരും വൈമറ്റിക്കാരും കൂടി പുള്ളിനെ എടുത്തോണ്ട് പോയിട്ട് ശരിക്കും പെരുമാറിയെന്നെ അറിയണം. അങ്ങനെ വൈകിട്ട് പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കട്ടൗട്ടുകളൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഇങ്ങനെ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ അന്തോണിസ് പുണ്യാന്റെ പള്ളിയിൽ പുള്ളിക്കാണ് വർക്ക് കിട്ടിയത്. അതേപോലെ തന്നെ അമ്പലത്തിലും പുള്ളിക്കാണ് വർക്ക് കിട്ടിയത്. അങ്ങനെ 2 പരിപാടി മാറി മാറി നടക്കുന്നു. കട്ടൗട്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. രാത്രിയാകുന്നു. നേരെ അവിടെ താലം കയറുന്നു. ഇവിടെ എന്ത് കയറുന്നു? പ്രദർശനം കേടുന്നു. അങ്ങനെ ഭക്തി നിർഭരമായ നിമിഷം. നേരെ ലൈറ്റ് ഇടുന്നു. അന്തോണിസ് പുണ്യാന്റെ പള്ളിയിൽ കൃഷ്ണൻ നിന്ന് കത്തണേ. സംഗതി മാറിപ്പോയി. നേരെ അവിടെ ചെല്ലുമ്പോ എവിടെ എന്ത് നിൽക്കണ്? നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ ആര് നിൽക്കണ്? പുണ്യാളൻ വിത്ത് ഉണ്ണീശോ പടിപാളിയാ. പിന്നെ നോക്കുമ്പോ പ്രസന്നംബായി ഏറി നിൽക്കണേണ്. 3 അപ്പുറം ചുറ്റും. ഇതേപോലെ ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ ഫാമിലിയിൽ എല്ലാവർക്കും ഷുഗർ എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ഫാമിലി എല്ലാവർക്കും കൗണ്ടറിന്റെ അസുഖം. അങ്ങനെയുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ഞാൻ ഇവനോട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം അവന്റെ ഭാര്യ പ്രസവിച്ചു. കുട്ടി എന്താ? കുട്ടി പെൺകുട്ടിയാ. എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി വിശേഷം ചോദിക്കുമല്ലോ. കുട്ടി എന്തെടുക്കണം? കുട്ടി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബോറടിച്ചിട്ടാണെന്നറിയില്ല. ആ പാലം ഒരു റൗണ്ട് പോയിട്ട് കിടന്നുറങ്ങുന്നത്. പാലത്തെ ഒരു റൗണ്ട് പോയിട്ട് വന്ന് കിടപ്പുണ്ടത്. അതേപോലെ തന്നെ ഇവന്റെ പെങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെസ്റ്റ് ബേക്കറി ചെന്നിട്ട് ലെക്സ് സോപ്പ് ചോദിച്ചാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ അവിടേക്ക് വെച്ചാൽ പപ്സും കിട്ടും ലെക്സും കിട്ടും നമ്മുടെ ബേക്കറി. അങ്ങനെ അപ്പൊ ഇവന്റെ വീട്ടിലോട്ടാണ് ഞാൻ ചെല്ലാൻ പോണ. എന്നാ വെച്ചാല് എനിക്ക് കൊച്ചിനെ കാണണമല്ലോ. അപ്പൊ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, ഞാൻ കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പോണം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവനുണ്ട്, ഇവന്റെ ഭാര്യയുണ്ട്, ഈ കുഞ്ഞു കൊച്ചുണ്ട്, മൂത്ത കുട്ടി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ കൊച്ചുടുപ്പൊക്കെ കൊടുത്തു, വർത്താനം പറഞ്ഞു. നേരെ ഈ ചേച്ചി വരിക. ചേച്ചി നേരെ വന്നപ്പോഴത്തേക്കും ചേച്ചി നല്ല അത്യാവശ്യം ഡ്രസ്സൊക്കെ ചെയ്ത് ഏതാണ്ട് ഈ ഫ്രണ്ട് ഇരിക്കുന്ന ചേച്ചിനെ പോലെ നല്ല മിടിക്കൊക്കെ ആയിട്ടുള്ള ചേച്ചിയാണ്. അങ്ങനെ വന്നു. പുള്ളിയുടെ കയ്യിലൊന്നുമില്ല ചേച്ചിയുടെ. അപ്പൊ നൈസായിട്ട് കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാ. മോളെ ഞാൻ വന്ന വഴി ഒന്ന് കയറിയാണ്. ഇനി ശരിക്കും കൊച്ചിനെ കാണാൻ ഞാൻ ഒന്നിട്ട് വരാം. ഇത് കേട്ട് മൂത്ത മോള് ഇതാണ് ശരിക്കും കൊച്ചി, ഇനി വേറെ ഇവിടെ കൊച്ചൊന്നുമില്ലട്ടാ. ഇതേപോലെയുള്ള ഒബ്സർവേഷനുമായി ഞാൻ ഇനിയും വരും. താങ്ക്സ് സോ. അനൂപ് രാഘവൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. രമേശ് ചേട്ടാ, പെർഫോമൻസിനെ പറ്റി? നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ചില സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വെറുതെ ഞാൻ ഈ വഴി പോയപ്പോൾ കൊച്ചിനെ കാണാൻ കയറിയത്. ഞാൻ ശരിക്കും കൊച്ചിനെ കാണാൻ വരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതല്ലേ എനിക്ക് എന്ത് രസമുള്ള തമാശയായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരന് വീട്ടിൽ സംഭവിച്ചതാട്ടോ. ശരിക്കും കൊച്ചിനെ കാണാൻ ശരിക്കും പറഞ്ഞാണ് ഇത് ശരിക്കും കൊച്ചിന് വേറെ ഒന്നും ഇല്ലെന്നാ ഈ മോള് പറഞ്ഞ. കാരണം ഇവൻ ഞാൻ പറഞ്ഞില്ല അവൻ ഇങ്ങനെ കൗണ്ടറാ. ഇതേപോലെ അവൻ പറയും കൊച്ചിന് എടുക്കാൻ ചോദിച്ചപ്പോൾ അവനിപ്പോ 2 റൗണ്ട് ഓടിയിട്ട് വന്ന് നടക്കുന്നു. അവനെ വേണം ഇവിടെ കൊണ്ടുവരണം. അത് ചിലര് തമാശ പറയുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചുണ്ടായി. കൊച്ചിന് ശ്രീപാർവതി പേരിട്ടു. അപ്പൊ ഞാൻ വെറുതെ അവിടെ കൊച്ചിനെ കാണാൻ ചെന്നപ്പോ ഓ ഇതാണല്ലേ ചിരിപാർവതി എന്ന് പറഞ്ഞു. ചിരിക്കുന്ന കൊച്ചല്ലേ? ചിരിപാർവതി എന്നല്ല ശ്രീ പാർവതി എന്ന പേരിട്ടെന്ന് പറഞ്ഞു. എന്റെ അമ്മ എന്നെ ഒരു നോട്ടം. നമ്മളൊരു തമാശ ഇവരങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുക. എന്ത് പറഞ്ഞാലും ചിരിപാർവതി എന്നൊക്കെ ആരെങ്കിലും കൊച്ചിന് പേരിടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മുഖം പാടിപ്പോയി. പെട്ടെന്ന് ഭൂരിഭാഗവും ആൾക്കാരും എല്ലാം സീരിയസ് ആയിട്ട് എടുക്കും. ഈ ചിരുതയാണ് ചെയ്താന്ന് അവർക്ക് അറിയില്ലല്ലോ. അതാണ് കാര്യം. അതാണ് അപ്പൊ തന്നെ പോയി പറയും. ഗംഭീര പെർഫോമൻസ് ആണ്. താങ്ക് യു. ജയരാജേട്ടാ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനൂപും പ്രസന്നനും ഒന്നാണോ? ഏറെക്കുറെ അങ്ങനെയാണ് ഏകദേശം. അല്ലേ? ഇതില് സാമ്യതകൾ തോന്നിയാൽ യാദൃശ്ചികം മാത്രം. അത് എഴുതി കാണിക്കും തുടക്കത്തില്. അതെ. അല്ല എന്താ അറിയാമോ, ഈ ഇതിന്റെ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് ഒന്ന് കുറച്ചാൽ കുറച്ച് എന്താ അറിയോ, നിങ്ങൾ പറയുന്നുണ്ട് കണ്ടന്റ് കറക്റ്റ് ആണ്, കണ്ടന്റ് ഒക്കെ കറക്റ്റ്, കണക്ഷൻ ഒക്കെ കറക്റ്റാ, പക്ഷെ ആ ഒരു സ്പീഡ് ത്രൂ ഔട്ട് അല്ല, കുറയ്ക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ആ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പം ചില കഥകൾ പറഞ്ഞങ്ങ് പോവാണ്. പഞ്ച് ലാസ്റ്റ് പഞ്ചാണ് അതിന്റെ ഒരു ക്ലൈമാക്സ്. അല്ല അത് അങ്ങനെയാണല്ലോ, ഇത് ചെയ്തല്ലേ ശരി. എന്തായാലും ഈ നിങ്ങൾ ഈ കൊച്ചി ഭാഷയില് അല്ലെ, എറണാകുളം ഭാഷയിലൊക്കെ പറയണേ വന്നേക്കണീന് വന്നേക്കണേണ്. അതെ, വന്നില്ല പോണില്ല എല്ലാം ഉണ്ട്, പെട്ടെന്ന് പോകും. എന്തായാലും എല്ലാ തരത്തിലും അത് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ അനൂപ്,
നല്ല കമന്റ്സ് ആണ് കിട്ടിയത്, നല്ല പെർഫോമൻസ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. Thank you. ഒരു കലക്കൻ പെർഫോമൻസുമായിട്ട് എത്തുന്നു അൻസു AKB. വെൽക്കം അൻസു. അൻസു AKB വെൽക്കം. സുഖല്ലേ? സുഖമായിട്ട് ഓക്കെ, രമേശ് ചേട്ടാ. ജയരാജനോട് എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചോ? ജയരാജേട്ടാ ഹായ്. ഹായ്. ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേര് കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ കേൾക്കുന്നത്. ഒറ്റക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാം. പക്ഷെ അതിനു മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജയരാജേട്ടനാണ് ഈ പരിപാടി ചെയ്തേക്കുന്നത്. ഒറ്റക്കാണ്. ഈ ജയരാജേട്ടൻ കടപ്പുറം, ഈ പാലക്കാട് ഭാഗത്തുള്ള വലിയ നെൽപ്പാടങ്ങള് അവിടേക്കാണ്. ഇവിടെയൊക്കെ വലിയ 10,000 ആൾക്കാർ ഇരിക്കുന്നിടത്തൊക്കെ പോയി ഒറ്റയ്ക്ക് അല്ല, സ്റ്റേഡിയങ്ങള്, ദൈവമേ, ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിന്ന്. നിയമസഭയ്ക്കകത്ത് 2003 എല്ലാ മന്ത്രിമാരുടെയും മുന്നിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇത് ഇങ്ങനെ ഒരു ഒറ്റയ്ക്കുള്ള പെർഫോമൻസ് ഒന്നും അന്ന് ആളുകൾ അധികം കണ്ടിട്ടില്ല. പിന്നെന്താ വെച്ചാൽ നമ്മളെ പറ്റി ആലോചിക്കുന്നേ ഇല്ല. പെർഫോമറാ അത്. ആ ഒരു എനർജി ലാസ്റ്റ് ബ്രീത്ത് വരെ നമ്മൾ സൂക്ഷിക്കും. ഞാൻ എപ്പോഴും നിങ്ങളെപ്പോലെ പുതിയതായി വരുന്നവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഞാൻ ഏത് സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും ദിസ് ഇസ് മൈ ലാസ്റ്റ് ഷോ എന്നാണ്. ഓ, എന്താ ഇതാണ് എന്റെ അവസാനത്തെ ഷോ, നാളെ ഷോ ഇല്ല. അതുകൊണ്ട് വിചാരിച്ച് ചെയ്താൽ പൊളിയാണ്. ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ ബെസ്റ്റ് പെർഫോമൻസ്, ദിസ് ഇസ് മൈ ലാസ്റ്റ് പെർഫോമൻസ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ തുറന്നു തരും ദൈവം അല്ലെങ്കിൽ ഗുരുനാഥൻ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല എനർജിയോട് കൂടി പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. ചിലർക്ക് രാവിലെ 2 അടിച്ചിട്ടില്ലെങ്കിൽ കൈ വിറക്കും. അതുപോലെ എനിക്കുണ്ട് ഒരു ശീലം. എനിക്ക് രാവിലെ ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് തന്നെ കുടിക്കണം. എൻ്റെ പേര് അനസ്, കൊടുങ്ങല്ലൂരാണ് സ്വദേശം. ഈ കുട്ടേട്ടൻ്റെ ചായക്കടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും മെട്രോ സിറ്റി ആയാലും ഈ ചായക്കടക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. കാലൊടിഞ്ഞ ബെഞ്ച്, ചില്ലുപൊട്ടിയ അലമാര, ഗ്ലാസ്സൊക്കെ സൈഡൊക്കെ ചിന്നിയിട്ടുണ്ടാവും. ഗ്ലാസ്സിനും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും കഴുകി ഉപയോഗിക്കും. ബ്ലേഡ് പോലെ ആയിട്ടുണ്ടാവും. നമ്മളെങ്ങാനും പുള്ളിനോട് അത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും, ഒരു ഡയലോഗാ പുള്ളി, എൻ്റെ പൊന്നു മോനെ ആ ക്ലാസ്സിൻ്റെ മഹത്വം നിനക്കറിയോ? പ്രേം നസീർ വന്ന് ചായ കുടിച്ച ക്ലാസ്സാണ്. ആ ക്ലാസ്സിനാണ് നീ പുച്ഛിക്കണം. പ്രേം നസീർ സാർ മരിച്ചിട്ട് പുള്ളിയുടെ മോൻ പോലും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ക്ലാസ്. നീ ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ക്ലാസ് ഉണ്ടാ, അത് ജയഭാരതി ചായ കുടിച്ച ക്ലാസ്സാണ്. സംഭവം 10 രൂപ ചായ കുടിക്കാൻ പോയ ഞാനാണെങ്കിലും ജയഭാരതി കുടിച്ച ക്ലാസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ബമ്പറടിച്ച പ്രതിയിൽ ഞാനൊന്ന് ആസ്വദിച്ച് കുടിച്ച് ഒരു മനസ്സുഖം. ഈ ചായക്കടയിലേക്ക് കയറുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബോർഡുണ്ട്. കടം പറയരുത്, പരദൂഷണം പറയരുത്, രാഷ്ട്രീയം പറയരുതെന്നാണ്. കടം എഴുതാൻ വേണ്ടി 200 പേജിന്റെ 3 പുസ്തകമാണ്. പരദൂഷണം പറയാൻ ഈ കടയിൽ നിറച്ച ആളുകളും. രാത്രി ന്യൂസ് ചാനലിൽ കാണുന്ന ചാനൽ ചർച്ചനേക്കാളും ചർച്ചയാണ് ഈ കടയിൽ നടക്കുന്നത്. അത്രയും ആളുകളുണ്ട് ഇവിടെ. ഇവിടെ കടയിലത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ കൈമൾ എന്ന് പറഞ്ഞ ചേട്ടനാണ്. നല്ല കൊമ്പം മീശ, നെറ്റിയിലൊരു കുറി, വെള്ള ഷർട്ട്, സ്വർണ്ണ ചെയിൻ. ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള കൗണ്ടർ കൈമള്. അത് തമിഴ്നാട്ടിലെ കൗണ്ടർ. ഇത് കൗണ്ടർ എന്ത് പറഞ്ഞാലും പുള്ളി അതിന്റെ മേലെ കയറിയിട്ട് കൗണ്ടർ അടിക്കും. അതാണ് പുള്ളിനെ കൗണ്ടർ കൈമൾ എന്ന് വിളിക്കുന്നത്. ഇന്നാളെ ദിവസം സുനി എന്ന് പറഞ്ഞൊരുത്തൻ ചായ കുടിക്കാൻ വന്നു. അവനെ കുറിച്ച് പറഞ്ഞ അവന്റെ അച്ഛനപ്പന്മാര് മുതൽ നിരീക്ഷകനാണ്. ഇവന്റെ അച്ഛൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ കാല് തെറ്റി കൊളത്തി വീണ് മരിച്ച കടവുകുമാരേട്ടന്റെ മോനാണ്. ഇവനും അതെ നിരീക്ഷകനാണ്. നിരീക്ഷണം മൊത്തം വല്ല കൊളക്കടവിലോ കുളിമുറിയിലാണെന്ന് മാത്രം. പിന്നെ ഒരു ദിവസം ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ചായയിൽ ഉറുമ്പ്. പിന്നെ ദേഷ്യം വന്നിട്ട്, എന്താണ് കുട്ടിയേട്ടാ ചായയിൽ ഉറുമ്പിട്ടാണ് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണ? അപ്പട വിട്ട് നമ്മളാ കൈമളേട്ടൻ പുള്ളി പറഞ്ഞു, ഉറുമ്പ് നല്ലതാടാ, കണ്ണിന് കാഴ്ച കിട്ടും. നിന്റെ അച്ഛനൊക്കെ ഉറുമ്പ് പറഞ്ഞിടിപ്പിക്കും. അതാണ് പുള്ളി നിരീക്ഷിക്കുമ്പോ അടിപൊളിയായിട്ട് കാണാൻ പറ്റണം. ഇവിടെയൊക്കെ വന്നിട്ട് പുള്ളി ആ നിരീക്ഷിച്ച കഥകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നന്നറിയോ പറയുന്നത്. ഇതുപോലെ ഒരു ദിവസം ഞാൻ ചായ കുടിക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് വല്ല ജോലി ശരിയായോ? ഞാൻ പറഞ്ഞു, പൊന്നേട്ടാ ഇല്ല, ജോലിയൊക്കെ ബുദ്ധിമുട്ടിലാണ്, നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. എന്നോട് പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുമോ? സംഭവം ഷിപ്പ് യാർഡിലാണ്. ഞാൻ പറഞ്ഞു, ഷിപ്പ് യാർഡിലാണോ? യാർഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ. ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് നീ എഴുന്നേറ്റ് പുറം കടലിൽ പോകണം. പുറം കടലിൽ പോയിട്ട് അവിടെ പട്ടിണി കിടക്കുന്ന നീലത്തിമിംഗലങ്ങൾക്ക് ചോറും പുഴുക്കിട്ട് കൊടുക്കണം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഈ തിമ്മിങ്കലത്തിന് എണ്ണ തേപ്പിച്ചൊന്ന് കുളിപ്പിക്കണം. എൻ്റെ പൊന്നി ഏട്ടാ, ഈ ടിൻറ്റുമോൻ കോമഡി അടിക്കാണ്ടൊന്ന് പോയിക്കൂടെ ഏട്ടാ നോക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പുള്ളി പറയും, എടാ ജോലി ശരിയാ?
പൊന്നിയേട്ടാ എങ്ങനെയല്ലേ ജീവിച്ചോട്ടെ, വെറുതെ ചേട്ടാ കൗണ്ടർ പറയാൻ വേണ്ടി നമ്മളാ കരുവാക്കല്ലേ. എടുത്ത് ശരിക്കുമാണ് എൻ്റെ പെങ്ങളെ മോൻ കൊണ്ടുവന്നേന് ഗൾഫിൽ സൗദി രാജാവിൻ്റെ കമ്പനിയിലാണ്. എന്താ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ആണ്. നെയ്യപ്പില്ലേ, നെയ്യപ്പത്തിൻ്റെ സൈഡിൽ മുരിഞ്ഞിരിക്കണ ഇതില്ലേ, അത് പാക്ക് ചെയ്യുമ്പോൾ വിട്ടുപോകും, അത് സൂപ്പറിൽ വെച്ച് ഒട്ടിക്കുക. ഇതാണ് പുള്ളിയുടെ പരിപാടി. നമ്മളെ സഹിക്കളയണ സ്വഭാവമാണ് ആളുടെ. ഇതുപോലെ ഞങ്ങളെ നാട്ടിലൊരു ഗൾഫുകാരുണ്ട്, ഫുള്ള് തള്ളായിരിക്കും പുള്ളി. ഗൾഫിൽ ഞാൻ ജാഗോർ ഓടിച്ചിരുന്നു, BMW അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇയാൾ വന്നിട്ട് BMW വണ്ടി എന്ന് വെച്ചാലേ പഞ്ചറായാൽ 300 കിലോമീറ്റർ വണ്ടി ഓടും. അപ്പം കൈമളേട്ടൻ്റെ ഡയലോഗ്, എല്ലടാ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പഞ്ചറടില്ലെങ്കിൽ എന്ത് ചെയ്യും? BMW കമ്പനിയുടെ MD വരെയും പകച്ചു പോയി ബാല്യം. ഇനി കൈമളേട്ടൻ ഒരു ദിവസം ഇതുപോലെ തന്നെ 2 ദിവസം വന്നില്ല. പുള്ളി വന്നിട്ട് പുള്ളിയുടെ പെങ്ങളെ മോൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണത്തിന് വേണ്ടി എന്താ വിശേഷം? എൻ്റെ മോനെ കല്യാണത്തിന് വേണ്ടി ഒന്നും പറയണ്ടാ, കല്യാണത്തിന് വേണ്ടി അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു ബന്ധുണ്ട്, അവനൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ ഫുള്ള് വെള്ളം അടിച്ചിട്ട് ആകെ അലമ്പ്, അവിടെ ഫുള്ള് ഛർദ്ദിച്ച് അവിടെ ജോലി എടുക്കണ അവിടുത്തെ പെണ്ണിനെ കയറി പിടിച്ച് കല്യാണ അലമ്പായി. എല്ലാവരും അവനോട് പറയാൻ ഭയങ്കര മടി. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അലമ്പന്മാരുള്ള കല്യാണത്തിന് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് ഞാൻ അവനെയും ചീത്ത പറഞ്ഞു പോന്നു. പുള്ളി ഇത് പറഞ്ഞ് തീർന്നതും പുള്ളിയുടെ പെങ്ങളെ മോൻ ബൈക്കിന് വന്നിട്ട് ഒറ്റ ഇറങ്ങലാണ്. പുള്ളിയുടെ ചെള്ളക്കൊക്കെ ഒറ്റയടിച്ച്, ഇനി ഇങ്ങനത്തെ പരിപാടി താൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ്ടോ ഇനി താൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല. സംഭവം ചെയ്തത് പുള്ളിയാണ്, പക്ഷെ വേറെ ആളെ തലയിൽ കിട്ടിയിട്ടാണ് പുള്ളിയോടെ വന്നിട്ട് കഥ പറഞ്ഞത്. ഇനി ചായക്കടയിൽ വരുന്ന മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻകാരാണ്. യൂണിയൻകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖമുള്ള യൂണിയൻകാരാണ്. അതുകൊണ്ട് ഇവർ അങ്ങനെ ജോലിക്കൊന്നും ഇല്ല, വല്ലപ്പോഴും ഒരു ജോലി വരും. ആ ജോലിക്ക് പറയണ വില കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ വന്നിട്ട് ഇവരോട് വില വെച്ചപ്പോൾ ഇവർ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബൈറിന് നാളെ കുറിക്കാശ് അടക്കണം 250, പിന്നെ നിനക്ക് കാശ് വേണം, അയൽക്കൂട്ടത്തിന് കാശ് കൊടുത്തില്ലെങ്കിൽ പെണ്ണും പിള്ള ചൂലെടുക്കും, എല്ലാം കൂടെ ചേർത്ത് ഒരു 1200 രൂപ. പൊന്നിയായിട്ട് ഇത് 1200 രൂപയുടെ സാധനമുള്ളൂ, അതിറക്കാൻ വേണ്ടി 1200 രൂപ. ചേർന്ന് എന്ത് പണിയെടുത്തിട്ടാണ്? പണി എന്തെടുത്തുന്നാ? ഞങ്ങളിവിടെ വരണോ, വന്നാൽ മാത്രം മതിയാ? ലോറി കയറണോ, ലോറി കയറി കുനിയണോ, സാധനം ഇറക്കി നിലത്ത് വെക്കണോ, പേർക്ക് തുടക്കണോ, ഇതൊക്കെ കൂടി ചേർത്ത് ശരിക്കും 1500 നിങ്ങളായതുകൊണ്ട് 1200 തരണതാണ്. പിന്നെ ഒരു പുള്ളിക്കാരനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയിൽ തുടങ്ങിയിട്ട് പുള്ളി അത് ബാംഗ്ലൂരിലുള്ള സ്ഫോടനം കഴിഞ്ഞ് പുള്ളി കാശ്മീരിൽ യുദ്ധം വരെ എത്തും. പറയുന്ന സംസാരത്തിന് ഒരു പരസ്പര ബന്ധവും ഉണ്ടാകില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, പൊന്നിയേട്ടാ ഇന്നലെ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ച്, എന്ത് ടേസ്റ്റാണ്. അപ്പം പുള്ളി ഇടയ്ക്ക് കയറും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഇന്നലെ ഞാനേ വരുന്ന വഴിക്ക് ചാണാക്കുഴി വീണ്, എന്ത് മണമാണ്. ഡെറ്റോളിട്ട് കഴുകിയിട്ട് പോലും ഇത് പോണില്ല. പാൽപ്പായസത്തിന്റെ കഥ പറയുന്നുണ്ടെങ്കിൽ ഈ ചാണകത്തിന്റെ കഥ പറയണ്ടായിരുന്നു. പശു തരുന്ന പാലുകൊണ്ട് ഉണ്ടാക്കിയ പായസത്തിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി പശുവിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റായ ചാണകത്തിനെ കുറിച്ച് പറയുന്ന ആളാണ്. ഞാൻ പിന്നെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പരദൂഷണം പറയാൻ ഒരു സ്ഥലമാണ് അയൽക്കൂട്ടം, അതുപോലെ പുരുഷന്മാർക്ക് പരദൂഷണം പറയേണ്ട ഒരു സ്ഥലമാണ് ചായക്കട. ഈ ചായക്കടയിൽ നിന്നാണ് ക്ലബ് ഹൗസിൽ നിന്നുള്ള ആശയം ഉണ്ടായത്. കാരണം ലോക്ക്ഡൗൺ ഉണ്ടായപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല, ചായക്കട ഒന്നും പോകാൻ പറ്റാണ്ടായപ്പോൾ ഏതോ ചായക്കടക്കാരന് തോന്നിയ ഒരു ഐഡിയയാണ് ക്ലബ് ഹൗസ്. അവിടെ ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളാരും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളാരും പരദൂഷണം പറയരുത്. പക്ഷെ പരദൂഷണം അത്ര നല്ലതല്ല. ഇത്രയും നേരം എൻ്റെ പരദൂഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ രമേശ് ചേട്ടാ, അൻസു ഒരു തമാശകളൊക്കെ അത്യാവശ്യം അൻസു പറഞ്ഞതിനകത്തുണ്ടായിരുന്നു, എന്നിട്ട് നല്ല തമാശകളുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് അൻസുവിന് കുറച്ചും കൂടെ ഒരു നമ്മളുടെ പ്രസന്റിങ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ എനർജിയും, നമ്മൾ ചില സാധനങ്ങൾ ചിലവാകുവോ എന്നൊക്കെ നോക്കൂലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഭാവമുണ്ട് അൻസുവിന് ചെറുതായിട്ട്. അതിന്റെ ആവശ്യമില്ല, ചിലവാകുന്ന സാധനങ്ങളാണ് കയ്യിലുള്ളത്. ഇനിയിപ്പോ ചിലവായില്ലേലും എന്തുവാ, അത്ര തന്നെ കഴിഞ്ഞു. എന്തായാലും അൻസു ഇതിപ്പോ പ്രൊഫഷണലായിട്ട് കൊണ്ടു നടന്നൊരു 10,000 പേരുടെ മുന്നിൽ നിൽക്കുന്ന, അവിടുന്ന് ആരെയും കൂവി അടിച്ചു ഓടിച്ചു വിടുന്ന അവസ്ഥകളൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ. ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഗംഭീരമായി, ഓൾ ദ ബെസ്റ്റ്. അല്ല, എനിക്ക് രമേശ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെയും എന്റെയും രമേശിന്റെയും എല്ലാം ആയുധം എന്ന് പറഞ്ഞ വാക്കാണ്. വാക്കിലൂടെയാണ് നർമ്മങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ വാക്ക് എന്ന് പറഞ്ഞ ജീവനുള്ളതായിരിക്കും. ഞാനിപ്പോ ഒരു പെർഫോമർ ആയിരിക്കും. ഇപ്പൊ പെർഫോമറാണ് ഞാൻ. എന്റെ വീടിനടുത്ത് ഒരാൾ ചായക്കട നടത്തിയിരുന്നു. 10, 20, 25 വർഷക്കാലം അയാളെ ചായ ഇങ്ങനെ അടിച്ചു. ചായ അടിക്കുക എങ്ങനെയല്ല. എന്നിട്ട് ബോറടിച്ചപ്പോൾ അയാളെ എന്ത് ചെയ്തു, പുറകോട്ടടിക്കാൻ എന്ന് പറഞ്ഞാലേ ജോക്ക് കമ്മ്യൂണിക്കേറ്റ് ഉള്ളൂ. മനസ്സിലായില്ലേ? വാക്ക് ശക്തമായിരിക്കണം. ആലോചിക്കരുത് അടുത്ത് എന്താണെന്ന്. ആ വരും, വാക്കിനെ ഉറപ്പിക്കുക. അതിൻ്റെ ഒരു ടെമ്പോ,
പറഞ്ഞ് ഫലിപ്പിക്കുക, അതാണ് വേണ്ടത്. അതെ, ഫലിപ്പിക്കുന്നതിനകത്ത് അതിന്റെ ഒരു വാച്യാർത്ഥം നമ്മൾ വിഷയം കൂടെ കാണുന്നതുകൊണ്ട് വാച്യാർത്ഥം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കിയാലേ. ഞങ്ങളുടെ ഒരു ആളുണ്ടായിരുന്നു, അയാൾ ഒരു സോമൻ ചേട്ടനാണ്. പുള്ളി അത്യാവശ്യം നല്ല ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ ഉള്ള വലിയ കൊമ്പമീശൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരാളാ എന്ന് പറയുന്നതും. ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു, പുള്ളി നല്ല ജിമ്മിലൊക്കെ പോയിട്ട് നല്ല കട്ടിടും വലിയൊരു മീശയും. ഇത് നമുക്ക് ഒരാളെ അവർക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ വർത്തമാനം പറഞ്ഞ പോലെ തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു കഥയുടെ ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ബാക്കിയെല്ലാം ഗംഭീരം. അതാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ മീശ വെച്ച് നല്ല ശരീരമുള്ള ഒരാള്, അയാളെ ആരായിട്ട് കമ്പയർ ചെയ്യാ? ഞങ്ങള് തൃശ്ശൂർക്കാര് പറയാം ആന പട്ടയെടുത്ത മാതിരി ഒരു മനുഷ്യൻ. മീശ വെച്ച് വലിയൊരാള്, ഒരു മീശ വെച്ച ഒരാൾ വരുമ്പോ ആന പട്ടയെടുത്ത് ഇങ്ങനെ ആന പട്ടയെടുത്ത് ഇങ്ങനെ വരുമ്പോ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഇമേജ് കൊടുക്കാൻ പറ്റണം. ആന തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ഒരാളെ എടുത്ത് ഉത്സവപ്പറമ്പ് പിടിച്ചു നിൽക്കുമ്പോ ഒരുത്തം പറയാണ് എവറഡി ബാറ്ററിക്കകത്ത് 6-നകത്ത് പൂച്ച ഇരിക്കുമല്ലേ പണ്ട്, അതുപോലെ എടുത്തിട്ട് ഇരിക്കാന്ന് പറയും. ചില ഉപമകളൊക്കെ പറഞ്ഞാൽ നല്ല രസമായിട്ട് കിട്ടും. അൻസു നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, കുറച്ചുകൂടി ഗംഭീരമാക്കാനുള്ള നല്ല നല്ല ടിപ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഈ വേദിയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം, പെർഫോം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. 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 ഇന്ന് ഭയങ്കര സന്തോഷമാണ്. എന്തു പറ്റി? ഈ 2022 ഞാനിങ്ങ് എടുക്കുക. അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്കൊക്കെ എന്തായാലും തരണ്ടേ. എന്താ സംഭവം? എന്താ അത്? അതായത് ഞാനൊരു സിനിമയുടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ അത് തുടങ്ങാൻ പോവാണ്. ഷൂട്ട് ഉടനെ ഉണ്ടാവും. അപ്പം യസമാമോ, ആ നമ്മൾ ഈ ഫ്ലോറിലുള്ള പരിചയമൊക്കെ ഉണ്ട്. അതെ, പടം എഴുതുമ്പോ ഒരു ചെറുതല്ലാത്ത വേഷം യശോമാമൻ എനിക്ക് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ പിഷാരടി ഇത്? നമ്മളൊരു ഈ ഫൺസ് ഏത് മാസത്തിലാണെന്നറിയില്ല, ഒരു 2-3 മാസത്തിന് മുമ്പ് ഫൺസ് അപ്പോൺ ടൈമിന്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഒന്നിച്ചിരുന്ന് ചോറുകൊണ്ടിരിക്കുമ്പോ ഞാൻ അപ്പൊ ഒരു 1-2 കഥാപാത്രങ്ങളെ പറ്റി അപ്പൊ പറഞ്ഞ സബ്ജക്റ്റ് ആണോ? ആ സബ്ജക്റ്റ് ആണോ നിങ്ങൾ എടുത്തത്? ആ സബ്ജക്റ്റ് അല്ല. അപ്പൊ ഞാൻ എന്താ നമ്മൾ ചോറുണ്ടുമ്പോ ഞാൻ പ്രകടനങ്ങൾ ഞാൻ പിഷാരുടെ പാത്രത്തിൽ നിന്ന് ഒരു മീൻ പറത്ത് എടുത്തപ്പോ അന്നേരം എന്നെ തലക്കടിച്ചത് ഓർക്കണ്ട. ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അന്നേരം ചിന്തിക്കണവരുന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. അതുകൊണ്ട് ഈ പടത്തിൽ പിഷാരിക്ക് വിഷമില്ല. ജയരാജേട്ടനാണ് എന്റെ അച്ഛൻ. വൃത്തിയോട് പറയുന്നു. അല്ല, എന്നൊക്കെ പ്രായമുള്ള ഒരാള് വന്നിട്ട് അയാളാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് വർത്താനം ഈ പറയുന്നത്? അയ്യോ, എന്റെ അച്ഛൻ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ എന്ന് പറയുമ്പോ എന്റെ പടമാണല്ലോ ഇത്. അപ്പൊ അതില് അച്ഛന്റെ വേഷം ചേട്ടനായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇയാളുടെ അച്ഛൻ എനിക്ക് വേഷമില്ലാത്ത പടത്തിനെ പറ്റി എന്നോട് പറയാം. വലിയ വന്ന വഴിയ വേഷം കിട്ടിയില്ല. അല്ല, അതല്ലേ, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളല്ലേ. എന്റെ ഭാര്യയും മോളൊക്കെ ഇത് കേട്ട് എന്ത് വിചാരിക്കും? അതും ഈ ഒരു തന്തയുടെ. അതല്ല, നമുക്ക് വഴിയ ആ ക്യാരക്ടർ മനസ്സിലാവും. അല്ല, മറ്റേ നമുക്ക് സാധനങ്ങൾ ഇടാനുള്ള എല്ലാം ഉണ്ട്. എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൊരു കലക്കും പൊളിക്കണം ചേട്ടാ. കുറെ കാലായി ഒരു തന്തവേഷം കിട്ടുന്ന വിചാരിച്ചിട്ട്. ലേഡീസ് സൂപ്പർ സ്റ്റാറേ നിക്കണണ്ടില്ലേ? അങ്ങനെ വിളിച്ചേ? എന്റെ പടത്തിലെ നായിക ഡയാനമോളാണ്. ഞാനോ? പക്ഷെ ഒരു സംഭവം ഉണ്ട് കേട്ടാ, ഈ ഡയാന എന്നുള്ള പേരൊന്നൊക്കെ മാറ്റി പിടിക്കണം. മാറ്റണോ? നമ്മള് എന്റെ പടത്തിൽ വന്നോടുകൂടി പിന്നെ മോള് വെച്ചിട്ട് കയറ്റുമായിരിക്കും. ഉയർന്നങ്ങോട്ട് പോകുമ്പോ അത് ഞാൻ പറയാൻ വെച്ചത്, ഈ കുഞ്ഞുനാളിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, ഡയാന എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോളി പേരൊന്ന് മാറ്റി പിടിക്കണം, ഈ പേരല്ല വേറൊരു പേരിലെ അറിയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് വളർന്ന് പിന്നെ വലിയ സ്റ്റാറായി മാറി. അതാണ് നമ്മുടെ നയൻതാര. ശരിയാട്ടോ, നയൻതാരയുടെ പേര് ഡയാന എന്നാണ്. അപ്പൊ വന്നിട്ടുണ്ടായിരുന്നോ? കേശവമാമനാണോ പേര് മാറ്റി കൊടുത്തത്? ഞാനാ മാറ്റിയത്. അപ്പൊ മോള് പേര് മാറ്റണം. എങ്ങനെയൊക്കെ സ്വന്തം പേര് മാറ്റി രക്ഷപ്പെടാൻ നോക്കിട്ടോ. എനിക്ക് കഥ കേൾക്കണം. ഈ പുള്ളിക്കാരനോട് ഇരുന്ന് ഇത്രയും കഥകൾ കാലത്ത് തൊട്ട് വൈകിട്ട് വരെ കഥ പറഞ്ഞു കേട്ടിട്ട് മോക്കിന് കഥ കേൾക്കണോ? അയ്യോ, അതല്ല, നമ്മുടെ പടത്തിന്റെ ഈ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രീൻ പ്ലേ ഇല്ല, എങ്ങനെയാണോ തിയേറ്ററിൽ കാണുന്നത് അതുപോലെ തന്നെ കൊച്ചിനോട് പറയാം. അങ്ങനെ പറയുള്ളൂ. ഫസ്റ്റ് നമ്മൾ തിയേറ്ററിൽ കാണുന്നതെന്ന് പറഞ്ഞാല് സെൻസർ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അത് കാണുന്നത്. അപ്പൊ അതല്ല, പടം തുടങ്ങുമ്പോ നമ്മൾ കാണില്ലേ തിയേറ്ററില്, നറേറ്റ് ചെയ്യൂ. അത് നമ്മള് രണ്ടാമത് വരുന്നെന്ന് പറഞ്ഞാല് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്.
അങ്ങനെ അങ്ങനെ തുടക്കം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ കഥയിലേക്ക് കിടക്കണം. ഇനി കഥയിലേക്ക് കിടക്കുമ്പോൾ മോളൊരു നിർധനയായ കുടുംബത്തിലെ തീരെ പട്ടിണിയും പരിവട്ടവുമായ അച്ഛനാണെങ്കിൽ മുഴുക്കുടിയൻ, അമ്മയാണെങ്കിൽ തളർന്ന് ഒരു വശത്ത് കിടക്കുന്നു. അപ്പോൾ മോക്ക് കോളേജിൽ പോകാൻ കാശില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി പെൺകൊച്ചിന്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു വിഷമസന്ധിയിലേക്ക് കൂടി മോള് ഒറ്റക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സംഭവമാണത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അപ്പൊ ഈ വിഷമസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണാൻ ചെല്ലാണ് നമ്മള്. സഹായ അഭ്യർത്ഥിച്ച് ഒന്ന് പറഞ്ഞിരുന്നു. രാവിലെ വീട്ടിൽ ചെല്ലാണ്. ഫസ്റ്റ് തുടങ്ങുന്ന എങ്ങനെ പ്രസിഡന്റ്, ഞാൻ വളരെ നിർധന കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ അച്ഛൻ മുഴുക്കുടിയനാണ്. അമ്മ തളർന്നു കിടക്കുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് കോളേജിൽ പോകണം. കാശില്ല കയ്യിൽ. എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ് പ്രസിഡന്റ് തരില്ലേ നോക്കുമ്പോ പ്രസിഡന്റ് ഒരു ചിരിയാണ് സൈഡിൽ നിന്നിട്ട്. ഈ ചിരി കണ്ടോട് മോക്ക് സഹിക്കാൻ പറ്റിയില്ല. മോൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ മോള് നേരെ ഓടിച്ചെല്ലുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടില്. ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ ചെന്നിട്ട് അത് പിന്നെ മോൾ അഭിനയിക്കണം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വരും. സർ, പട്ടിണിയും ദാരിദ്ര്യമാണ് എന്റെ വീട്ടില്. എനിക്ക് ജീവിക്കാൻ വഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ട് ഞാനും എന്റെ കുടുംബവും. അച്ഛന് വയ്യ, അമ്മയാണെങ്കിൽ തളർവാദം പിടിച്ചു കിടക്കുന്നു. സാർ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം. ഈ സമയത്ത് ഈ പ്രസിഡന്റ് ചിരിക്കുകയാണ് വീണ്ടും, ഉച്ചത്തോടുള്ള ചിരി. നേരത്തെ ഈ സൈഡ് വെച്ചാണ് ചിരിച്ചത്. അപ്പൊ ഈ സൈഡ് ഇതും കണ്ട് ഇവിടുന്ന് ഓടേന മോള് പോയി. രക്ഷയില്ല. പിന്നെ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയത്. മുഖ്യമന്ത്രി അടുത്തൊരു എനിക്ക് ജീവിക്കാൻ വഴിയില്ല സാർ. എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തളർവാദം പിടിച്ച അമ്മ, മുഴുക്കുടിയനായ അച്ഛൻ, പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ പൈസ ഇല്ലാത്തത് കാരണം എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല സാർ. എന്തെങ്കിലും ഒരു സഹായം ഈ ദരിദ്രയ്ക്ക് ചെയ്തു തരണം സാർ, പ്ലീസ്. അവിടെ മുഖ്യമന്ത്രി ഒരു ചിരിയിരിക്കും. ഇവിടെ നിന്ന് നേരെ ഓടി നമ്മളൊരു ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ട് വീട്ടിൽ. ദൈവത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് നിന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ വീണ്ടും ഈ വിഷമസന്ധി പറയുകയാണ്. അവിടെ ഞാൻ ദൈവമായിട്ട് വെക്കും. നമ്മൾ ഒരു ദൈവത്തിന്റെ അടുത്ത് ഫോട്ടോയിൽ ചെന്ന് പറയാണ്, കരുണാമയനെ, നീ എന്റെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? എത്ര നാളായി ഭക്ഷണം കഴിക്കാണ്ട്, ആരോഗ്യമില്ലാണ്ട് ഞാൻ എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. നിന്റെ അനുഗ്രഹം നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ കൈകൂപ്പി നിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട്. ഇവിടെ ദൈവം കൈവിടണം. ഒരു ചിരിപ്പുള്ളി. ദൈവം കൈവിട്ടു. ഇവിടെ നിന്ന് നേരെ മോള് ചെല്ലണം എന്ന് വെച്ചാൽ എല്ലാവരും മോളെ കൈയൊഴുകയും ചിരിക്കുകയും ചെയ്തു. ദൈവം എല്ലാവരും ഈ വന്ന എല്ലാവരും മോളെ കൈയൊഴിഞ്ഞ് ചിരിച്ചു, മോളെ ആട്ടി ഓടിച്ചു. അങ്ങനെ മോള് ഇവിടുന്ന് പിന്നെ ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നേരെ വീട്ടിൽ ചെന്ന് പില്ലോ കവർ ഇല്ലാത്ത പഞ്ഞി പുറത്തിയാട് ഒരു തലയണ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് മോള് പൊട്ടിക്കരയാണ്. ഈ സമയത്ത് മോൾക്കൊരു സാന്ത്വനമേകിക്കൊണ്ട് അങ്ങകലെ നിന്നും ഒരു മ്യൂസിക് ഇങ്ങനെ ഒഴുകി മോളുടെ അടുത്തേക്ക് എത്തുകയാണ്. Once upon a time, once upon a time, hey, once upon a time, once upon a time. പൊട്ടിക്കരയുമ്പോ സാന്ത്വനം വൈകി. അതിന് പെട്ടെന്ന് മോൾക്കൊരു ബുദ്ധി ഉദിക്കുകയാണ്. കാരണം എല്ലായിടത്തും ചെന്നിട്ട് എല്ലാവരും മോളെ ചിരിച്ച് പുറന്തള്ളി. എല്ലായിടത്തും ചിരിയാണ്. അപ്പൊ മോൾ ഒട്ടും വൈകിയില്ല. എന്തുകൊണ്ട് അവരെയൊക്കെ ചിരിപ്പിക്കാമെങ്കിൽ എനിക്ക് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഫ്ലോറിൽ വന്ന് എല്ലാവരെയും പറഞ്ഞ് ചിരിപ്പിച്ചൂടാ എന്ത് മോളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. മോള് ഫ്ലോറിൽ വരുന്നു, എല്ലാവരുടെ അടുത്തും ഈ കഥ പറയുന്നു, ചിരിപ്പിക്കുന്നു. കഥ പറയൂ, മറ്റേ പറഞ്ഞോളൂ. കരഞ്ഞുകൊണ്ട് പറയൂ. ചിരിക്കൂ പറഞ്ഞു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഞാൻ കഷ്ടപ്പെട്ട് ഒരൊറ്റ പൈസ സഹായിച്ചിട്ടില്ല. ഒരു നേരത്തെ മരുന്ന് പോലും തന്നിട്ടില്ല. വീട്ടിലെല്ലാവർക്കും എനിക്ക് ആരുമില്ല. എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ വിജയിച്ചു. അങ്ങനെ ദരിദ്രയായ പെൺകുട്ടി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് വലിയ പണക്കാരിയായി മാറുകയാണ്. എങ്ങനെയുണ്ട് മോളെ എന്റെ കഥ? ഈ തല്ലിപ്പൊളി കഥയിലാണോ താൻ എന്നെ അഭിനയിപ്പിക്കാൻ പോകുന്നത്? താൻ വിചാരിച്ചു ഞാൻ അഭിനയിക്കുന്നോ? ഞാൻ നോക്കി എവിടം വരെ ഈ കഥ ഇങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഒരു പൊട്ട ഇന്റർവെല് ക്ലൈമാക്സ്. നല്ല കഥ അല്ലേ?
നിങ്ങൾ പറ. ഞാൻ പിന്നെ അച്ഛന്റെ റോള് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാൻ പാടില്ലല്ലോ. കഥ കൊള്ളില്ല കേട്ടോ, കഥ കൊള്ളില്ല, മോട്ടിവേഷനാ. അല്ല ഞാൻ അച്ഛനായിട്ട് നിങ്ങൾ റോള് തന്ന കാരനാ. ഇത് എവിടുന്ന് കിട്ടിയിടോ ഈ കഥ? എന്നെ അതിനിപ്പോ കഥയാട്ടോ സമയം കളയാനായിട്ട്. തലേനെ കരയുന്ന ആൾക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് കോമഡി പരിപാടിക്ക് പോയിട്ട് അവള് പണക്കാരിയാവുന്ന കഥയോ? അപ്പൊ നേരത്തെ എൻജോയ് ചെയ്തില്ലേ? പറഞ്ഞപ്പോ എൻജോയ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. എല്ലാം തോന്നിയത് മാത്രമാ. അത് നിങ്ങൾക്ക് തോന്നും, പലതും തോന്നും. അത് അവൾക്കും തോന്നി, എനിക്കും തോന്നി, ഇവർക്കൊക്കെ തോന്നി. അല്ല ഇങ്ങനെയും കഥയാണോ? ഈ പരിപാടി ശരിയാവില്ല. ഇത് മൂവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റൂല. മോളെ ഇത് നമ്മുടെ പ്രൊഡ്യൂസറുടെ നമ്പറാണിത്. മോളൊന്ന് പുള്ളിനെ വിളിക്കണം. പുള്ളിന്ന് വിളിക്കണം, പ്രൊഡ്യൂസറിനെ മോള് വിളിക്കണം. എന്തിന്? ഒരു 1500 രൂപ പുള്ളിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഗൂഗിൾ പേ വഴി. അല്ല ഞാൻ എന്തിനാ 1500 പുള്ളിക്ക് ഇട്ട് കൊടുക്കണം? അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായില്ല. ഞാൻ അഡ്വാൻസ് ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് പറ്റൂലേ? ചേട്ടാ, നേരത്തെ ഞാനൊരു അച്ഛന്റെ വേഷം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് ജയരാട്ടന് ആ പൈസ അങ്ങോട്ട് കൊടുക്കും. എന്ത് പൈസ? ഈ 1500 രൂപ. ഞാൻ വേറെ സാധനം തരാം. 1000. കലാവൈദഗ്ധ്യത്തിന്റെ പര്യായങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 അടുത്ത സെഗ്മെന്റ് എക്സലൻസ് അവാർഡ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തുന്നത് മികച്ച നർമ്മബോധമുള്ള ഹാസ്യ കലാകാരൻ, അഭിനേതാവ്, സിനിമാ മേഖലയിലെ നിർമ്മാണ നിർവഹണ മേഖലയിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമുക്കേറെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീ നന്ദു പൊതുവാൾ. നമസ്കാരം നന്ദു ചേട്ടാ. ഒരുപാട് കഥാപാത്രങ്ങൾ, അത് ചെറുതാണെങ്കിലും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന, ശ്രദ്ധിക്കപ്പെട്ട. അതിനൊക്കെ ചെറുതാവുന്നതിനൊക്കെ കാരണമുണ്ട്. നമസ്കാരം നന്ദു ചേട്ടാ. നമസ്കാരം ബ്രദർ. നന്ദു ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നന്ദു ചേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. നാദൃശ്യയുടെ ഒക്കെ സംഘത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് നന്ദു ചേട്ടന്റെ തുടക്കം. നമ്മൾ പറയുന്ന ആദ്യത്തെ സ്വകാര്യ ചാനലിലെ ടെലിവിഷൻ പരിപാടികളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഓഡിയോ കാസറ്റുകളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ നന്ദു ചേട്ടന്റെ സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലായതുകൊണ്ടാണ് അദ്ദേഹം ആ പടങ്ങളിൽ ഡയറക്ടർ നിർബന്ധിക്കുമ്പോൾ കയറി ചെറിയ വേഷം ചെയ്യുന്നതാണ്. അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറോ എക്സിക്യൂട്ടീവോ ഒക്കെ ആയിട്ടുള്ള സിനിമകളിലാണ് പോയി ഈ ചെറിയ ചെറിയ സാധനങ്ങൾ നന്ദുചേട്ടൻ കയറി ചെയ്യുന്നത്. ഒരു നിർമ്മാണ നിർവഹണം നിർവഹിക്കുമ്പോൾ ഒരുപാട് പാടുണ്ടല്ലോ, ഇത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നന്ദുചേട്ടൻ ചെയ്ത ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ചെറിയ പടമുണ്ട്. നന്ദുചേട്ടൻ എക്സിക്യൂട്ടീവ് ആയ പടമാണ് 2020 എന്ന് പറയുന്ന പടം. 2020യുടെ എക്സിക്യൂട്ടീവ് നന്ദുചേട്ടനാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് നസ്രാണി എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയാണ്. മമ്മൂക്കയുടെ സിനിമയിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിനെന്നെ വിളിച്ചത് ഈ നന്ദുചേട്ടനാണ്. നന്ദുചേട്ടൻ അത് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്. നന്ദുചേട്ടാ, എത്ര പടങ്ങൾ കഴിഞ്ഞു ഈ മേഖലയിൽ? ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഏകദേശം ഒരു 10-20 പടങ്ങളോളം കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് അതിന്റെ ഇരട്ടിയായിട്ടുണ്ട്. ഇരട്ടി പടങ്ങൾ, എല്ലാം വലിയ പടങ്ങളാട്ടോ. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം ജോർജ് സാർ പടങ്ങള്, പ്രിയൻ സാർ പടങ്ങള്, ലാൽ ജോസ് അങ്ങനെയുള്ള പടങ്ങളാണ് കൂടുതൽ. വലിയ പടങ്ങളാണ്. എന്താ നന്ദുചേട്ടാ മിമിക്രിന്ന് പെട്ടെന്ന് ഈ ഇതിലോട്ട് മാറാനുണ്ടായ തീരുമാനം എന്തായിരുന്നു? അല്ല, മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാനായിരുന്നു മിക്കപ്പോഴും കോർഡിനേഷൻ മാനേജർ, പ്രൊഡക്ഷന്റെ മറ്റേ ടീമിന്റെ മാനേജർ. കൊച്ചിൻ സാഗർ കളിക്കുമ്പോഴേക്കും ഷാരിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ തന്നെയാണ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്നതല്ല. അപ്പൊ എന്നോട് അന്ന് ദിലീപ് എന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുന്ന സമയം, ദിലീപ് അപ്പൊ അന്ന് സിനിമയിലേക്ക് കയറിയ സമയം, ദിലീപ് എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു മാനേജർ ആകാനുള്ള സാധ്യതയുണ്ട്, ഞാൻ സിനിമയിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാന്ന്. ഞാൻ കിട്ടുന്ന ചാൻസ് അല്ലേ അങ്ങനെ. അപ്പൊ ആ കാലഘട്ടത്തിൽ അതിന് മുമ്പൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കും. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വേഷം ചെയ്തത്. അതും ഒരു കോർഡിനേഷനോടുകൂടി തന്നെയാണ്. എന്റെ നാട്ടിലായിരുന്നു ഷൂട്ടിങ്. ആ പടത്തിന്റെ ടൈറ്റിൽ പോലെയാണ് ഇപ്പോഴും എന്റെ സമയം. ആ പടത്തിന്റെ ടൈറ്റിലാണ് സമയമായില്ല പോലും. ടി ചന്ദ്രകുമാറാണ് ഡയറക്ട് ചെയ്തിരുന്നത്. പപ്പുച്ചേട്ടൻ, KP മുറക്ക, സീമ ചേച്ചി, വീരഭദ്ര, അദ്ദേഹം ഇപ്പൊ ഇല്ല, വലിയ ചേച്ചി, ഇവരൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്റെ നാട് ഏലൂര്, അതിന്റെ തൊട്ടടുത്തായിരുന്നു ഷൂട്ട്. ഒരു വൈകുന്നേരം ആയപ്പോ അതിന്റെ ഒരു സംഘാടകൻ എന്റെ ഒരു പരിചയക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഷൂട്ടിംഗ് കാണാൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക, പോലീസുകാരകത്തേക്ക് കയറ്റിയിട്ടില്ല. അപ്പൊ അയാൾ എന്നെ കണ്ടു, വേടാ നിനക്ക് ഇവിടെ അമ്പലത്തിലെ കമ്മിറ്റിയൊക്കെ അറിയാവുന്നല്ലേ, എനിക്കൊരു വെള്ളയിട്ട് ഒരു 10 പേരെ പെട്ടെന്ന് സംഘടിപ്പിച്ചു തരാവും. കമ്പനി വിട്ട് 4 മണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വെള്ള ഷർട്ടും വെള്ളം ഞാൻ എല്ലാത്തിനും പിടിച്ചു കയറി. ഉള്ളിലെല്ലാത്തിന്റെ ആഗ്രഹം ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരിയാണെന്ന് കരുതി ഞാൻ പൈസയൊന്നും കിട്ടില്ല, വന്നാൽ ചെയ്യാന്നുള്ളു. അപ്പൊ അന്ന് ഒരു 10 പേർക്ക് ഒരു 10-15 പേരെ കൊടുത്തു. ആ കൂട്ടത്തിൽ ഞാനും അച്ഛന്റെ വെള്ളം കൊണ്ട് ഷർട്ട് കൊണ്ട് ഞാനും കയറി ചെന്നു. അന്ന് തന്നെ ചന്ദ്രകുമാർ സാർ കുറച്ച് എറിയും പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പോകുമ്പോൾ ക്യാമറ നോക്കിക്കൊണ്ട് ഞാൻ കൃഷ്ണ രാഷ്ട്രീയ നേതാവെ എന്ന് വിളിച്ചു.
അവനെ പുറത്താക്ക്, അവനെ വേണ്ട. ആദ്യത്തെ അനുഭവം അതാ. ക്യാമറ നോക്കി വിളിച്ചു. ആ, അതാണ് ആദ്യത്തെ പടം. അതിനുശേഷം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിമിക്സ് ആക്ഷൻ 500 അങ്ങനെ കുറെ പടങ്ങളിൽ അഭിനയിച്ചു. വെട്ടത്തില് ഒരു ഡയലോഗ് പോലും പറയാതെ വെറുതെ തൊഴുത് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് നന്ദുചേട്ടൻ എന്ന് പറയുന്നത്. അത് വെട്ടത്തിന് ആ ക്യാരക്ടർ പെട്ടെന്നുണ്ടായതാ. അതായത് ലയൺ പടം നടക്കുന്ന സമയം അതിന്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് പൊള്ളാച്ചി പോയതാ. പൊള്ളാച്ചി പോയി തിരിച്ച് വരുന്ന വഴി പ്രിയൻ സാറിന്റെ വെട്ടം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദിലീപിനെയും കാണാം, പ്രിയൻ സാറിനെയും കാണാം. ഉദയനാണ് സ്ക്രിപ്റ്റ്, ശ്രീ ഉദയൻ. അവരൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് ദിലീപിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പൊള്ളാച്ചി എത്താറായപ്പോൾ ദിലീപ് എന്നെ വിളിച്ചു. എനിക്ക് പോയിട്ട് ധൃതിയില്ലെങ്കിൽ തിരിച്ചു പോകാൻ നാളെ ഒരു വേഷം ചെയ്യാം. വേഷം എന്താണെന്നും പറഞ്ഞില്ല. ഞാൻ ചെന്നപ്പോൾ രാവിലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ അവിടെ പ്രിയൻ സാർ പറഞ്ഞു, ഒന്നുമില്ല, ഒരു തെലുങ്കിന്റെ വേഷമാണ്. ദിലീപ് പറയുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് അതൊക്കെ തെറ്റ് ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞപ്പോൾ ഞാൻ അതറിയാതെ വന്നതാണ്. അപ്പോൾ സാറ് പറഞ്ഞു, നീ അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ദിലീപ് അതിനനുസരിച്ച് കൗണ്ടർ പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് അങ്ങനെ ഉണ്ടായതാണ് ആ ക്യാരക്ടർ. ഞാനതാ പറഞ്ഞു, നന്ദുചേട്ടൻ ചെയ്യുന്ന വേഷങ്ങൾ. ഒരിക്കലും ഞാൻ ഇന്റർനെറ്റിൽ ഒരു ട്രോള് കണ്ടു, മലയാള സിനിമയുടെ ആസ്ഥാന വഴിപോക്കൻ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ നന്ദുചേട്ടനെ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈശോ എന്ന് പറയുന്ന നാദർശിക്കയുടെ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയപ്പം അവിടെ റിപ്പോർട്ടറായിട്ട് ഞാൻ നസ്രാണി ചെയ്ത വേഷം നന്ദുചേട്ടൻ അവിടെ റിപ്പോർട്ടർ. കാരണം നന്ദുചേട്ടന് അങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം താല്പര്യം. പ്രൊഡക്ഷൻ ഞാനായിരുന്നു. പ്രൊഡക്ഷൻ ഞാനാണ്. അപ്പൊ കയറി ഇരുന്ന് ചെയ്യുന്നതാണ്. എത്ര വർഷം മിമിക്രി ചെയ്തു നന്ദുചേട്ടാ? ഞാൻ തുടങ്ങിയ കാലത്ത് മിമിക്രി ഇല്ല, മിമിക്സ് പരേഡ് ഇല്ല. ഹാസ്യ കലാപ്രകടനം എന്നുള്ള സംഭവങ്ങളാണ്. അന്ന് കലാഭവനൊന്നും ആരംഭിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ഇൻസ്പിറേഷൻ കിട്ടിയത് കൊതുക് നാൽപ്പച്ചേട്ടനെ അറിയായിരിക്കും. അവരാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും രണ്ടുപേരും കൂടെ ബോംബെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങളുടെ FICT ലളിത കലാകേന്ദ്രത്തിൽ പ്രോഗ്രാമിന് വന്നു. അപ്പോൾ ഈ പ്രോഗ്രാം നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ 3 പേരുടെ പ്രകടനങ്ങളാണ്. ആർട്ടിസ്റ്റ് നടീനടന്മാരെ ഒന്നും അനുകരിക്കുന്നില്ല. കുറെ മൃഗങ്ങളുടെ ശബ്ദം, പിന്നെ കോമഡി സ്കിറ്റ്. ആ കോമഡി സ്കിറ്റ് ഭയങ്കരമായിട്ട് ആകർഷിച്ചു, അത് മോഷ്ടിച്ചു. എന്നിട്ട് ഞാൻ 2 പേരെ കൂട്ടി പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെറിയ എമൗണ്ടൊക്കെ ഉള്ളൂ, 15 രൂപ 20 രൂപ പോയി കളിച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏത് പടത്തിന്റെ വർക്കാണ് നന്ദുചേട്ടൻ നടക്കുന്നത്? ഇപ്പൊ നടക്കുന്നത് മോൺസ്റ്റർ എന്ന് പറയുന്നത് ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ലാലേട്ടനാണ് നായകൻ. ലാലേട്ടൻ, ഹണി റോസ്. അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ ഒരു ചെറിയ സീൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നന്ദുവേട്ടൻ പ്രൊഡക്ഷനും ഞാനാ. അതെ, നന്ദുവേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ നന്ദുവേട്ടൻ പറഞ്ഞു ഷൂട്ടിംഗ് നടക്കുകയാണ്, എനിക്ക് അതിനിടയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു പക്ഷെ എങ്ങനെയെങ്കിലും വരണം ഇവിടെ വന്നിട്ട്. കാരണം ലാലേട്ടന്റെ മോൺസ്റ്റർ പടത്തിന്റെ ലൊക്കേഷനിൽ അവിടെ വേണ്ട സംഘാടന പരിപാടികൾക്ക് വളരെ ശക്തമായി നിൽക്കേണ്ട ഒരാളാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഹാസ്യവേദിയിലേക്ക് ഓടി വന്നിട്ടുള്ളത്. അതില് വലിയ താങ്ക് യു നന്ദുചേട്ടൻ. അന്നൊക്കെ എന്തായിരുന്നു ശരിക്കും സ്റ്റേജിലൊക്കെ ചെയ്തോണ്ടിരുന്നത്? എന്താ? ഞാൻ കൂടുതലും കോമഡി സ്കിറ്റുകൾ 3-4 പേര്, ഇപ്പൊ ഞാൻ അബി, മൻസൂർ, ദിലീപ്, ഇങ്ങനെ ചേർന്ന സ്കിറ്റുകളായിരുന്നു കൂടുതലും ചെയ്തോണ്ടിരുന്നത്. ശബ്ദാനുകരണം നടത്തിയിട്ടില്ല. നടത്തിയെങ്കിൽ ഇന്നിപ്പോ ആ നടന്മാർ എന്നെ കേട്ട തല്ലിക്കൊല്ലും. ഗംഭീരമായി. അപ്പോൾ നന്ദുവേട്ട, രമേശനും പറഞ്ഞതുപോലെ തന്നെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. നൽകാനായിട്ട് രമേശേട്ട, ജയരാജേട്ട പ്ലീസ്. ശ്രീ നന്ദു പുതുവാൾ. അദ്ദേഹം നമ്മളിപ്പോൾ സംസാരത്തിൽ പറഞ്ഞതുപോലെ ഹാസ്യ സ്കിറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു. ഇന്ന് മലയാള സിനിമയിലെ ഒരുപാട് വലിയ ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായും എക്സിക്യൂട്ടീവായും ചെറിയ വേഷങ്ങൾ ചെയ്തുമൊക്കെ സിനിമയിലൊരു നിറ സാന്നിധ്യമായി മാറിയിരിക്കുന്ന കലാകാരനാണ് നന്ദു പുതുവാൾ ചേട്ടൻ. അദ്ദേഹം തിരക്കിട്ട ഷൂട്ടിങ്ങുകൾക്കിടയിൽ നിന്നും ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് എത്താൻ ഒരല്പം സമയം മാറ്റിവെച്ചതിൽ ഫൺസ് അപ്പോൺ എ ടൈം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഒരു ചെറിയ ആദരവും. അങ്ങനെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് പെർഫോം ചെയ്തത് അനൂപ് രാഘവൻ ആൻഡ് അൻസു. രണ്ടുപേരും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. അനൂപ് രാഘവൻ, അൻസു രണ്ടുപേരാണ് ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിച്ചത്. ഗംഭീര പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും. നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചതും ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി മാറിയതും അനൂപ് രാഘവൻ.